മുഖ്യമന്ത്രിയുടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യന്റെ വാദങ്ങൾ പച്ചക്കള്ളം. സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും AI നിർമ്മിത ഫോട്ടോ പിന്നീട് ഡിലീറ്റ് ചെയ്തു. സുബ്രഹ്മണ്യൻ ചെയ്തത് 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന AI നിർമ്മിത ചിത്രം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനായിരുന്നു. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമുള്ള കോൺഗ്രസിന്റെ തീരുമാനപ്രകാരമായിരുന്നു സുബ്രഹ്മണ്യൻ വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചത്. AI ഫോട്ടോ അല്ല, ഒറിജിനൽ ഫോട്ടോ ആണ് താൻ പങ്കുവച്ചതെന്നായിരുന്നു സുബ്രഹ്മണ്യന്റെ വാദം. എന്നാൽ ഇത് AI നിർമ്മിത ഫോട്ടോയാണെന്ന് പിന്നീട് വ്യക്തമായി. ഫോട്ടോ വിവാദമായതോടെ സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ നിന്നും ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. എഡിറ്റിംഗ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നപ്പോൾ പോലീസ് കേസെടുത്തു. സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇതിനെയാണ് പോലീസ് അതിക്രമം എന്ന പേരിൽ കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ചത്. നിയമവിരുദ്ധമായി ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഹ്വാനം ചെയ്തു. ഇതിന് പിന്നാലെ കോൺഗ്രസ് സൈബറിടങ്ങൾ വ്യാപകമായി ഈ AI ഫോട്ടോ ഷെയർ ചെയ്തു. നേരത്തെയും സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന തരത്തിൽ CPIM നേതാക്കളുടെ മോർഫ് ചെയ്ത ഫോട്ടോകൾ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചിരുന്നു. 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സുബ്രഹ്മണ്യൻ ചെയ്തതെന്നാണ് നിയമവൃത്തങ്ങൾ അറിയിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്.